എല്ലാവർക്കും മാർവലാഹിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു മുല്ലപ്പൂന്തോട്ടമാണ്. ആക്ച്വലി മുല്ലപ്പൂ പോലെ തോന്നുമെങ്കിലും ഇത് മുല്ലപ്പൂന്തോട്ടമല്ല കേട്ടോ, ഇത് ആപ്പിൾ തോട്ടമാണ്. ആപ്പിൾ തോട്ടങ്ങൾ പൂത്തപ്പോൾ നമുക്ക് ആപ്പിൾ പൂക്കളൊക്കെ ഒന്ന് കാണാം. നോക്കിയാൽ ഇതാണ് ആപ്പിളിൻ്റെ പൂ കേട്ടോ. ഞാൻ മുന്നേ ആപ്പിളുകൾ കുറേ ഉണ്ടായി നിൽക്കുന്ന ഒരു തോട്ടം കാണിച്ചായിരുന്നില്ലേ? ആ തോട്ടത്തിൻ്റെ ഇപ്പോഴത്തെ സമ്മർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവസ്ഥയാണ്. ഇങ്ങനെ പൂത്ത് ഇങ്ങനെ ഈ കാണുന്ന പൂക്കളൊക്കെ ഇനി നിറച്ച ആപ്പിളുകളായിരിക്കും. ഈ ഓരോ പൂവിലും ഓരോ ആപ്പിളുകൾ ഇങ്ങനെ കൊടല കുത്തി നിൽക്കുന്നത് കാണാം. ഞാൻ അതിൻ്റെ മുന്നത്തെ വീഡിയോയിലുണ്ട്, എന്നാലും ഞാൻ ഒരിക്കൽ കൂടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇതിൽ കാണിക്കാം. ഇതൊന്ന് കണ്ടു നോക്കിയാൽ ഈ പൂത്ത് നിൽക്കുന്ന ആപ്പിൾ മരങ്ങളാണ് ആപ്പിളുകൾ നിറഞ്ഞു നിൽക്കുന്നത്. എന്ത് രസമല്ലേ? വരിയും നിരയുമായി ഇങ്ങനെ ഏക്കറക്കണക്കിന് സ്ഥലത്ത് ആപ്പിളുകൾ ഉണ്ടായി നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു ചന്തമാണ്. അപ്പോൾ ആപ്പിൾ തോട്ടത്തിൻ്റെ നടുവിലാണ്, ആപ്പിൾ തോട്ടം പൂത്തേക്കാണ്. എന്ത് രസമെന്നറിയും ഈ പൂക്കൾ കാണാൻ. ഇങ്ങനെ കിടക്കണ ഏക്കറ കണക്കിന് സ്ഥലത്ത് ആപ്പിൾ തോട്ടം ഇങ്ങനെ പൂത്ത് കിടക്കാണ്. ഞാൻ കാണിക്കാം നിങ്ങളെ. ഈ ആപ്പിൾ തോട്ടം കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് രൂപവും ഭാവവും മാറും കേട്ടോ. തണുപ്പങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞാൽ ഇതാ ഉണങ്ങി കമ്പുകൾ പോലെ നിൽക്കുന്ന ഈ തോട്ടമാണ് നിറയെ പൂത്തുലഞ്ഞ്, അതും വെള്ളപ്പൂക്കൾ കാണുന്നവരുടെ മനം കവർന്ന് ഇങ്ങനെ നിൽക്കുന്നേ. പൂക്കാലം വന്നു പൂക്കാലം. ലോകത്തിന്റെ ഏതു മുക്കിലും മൂലയിലും പോയാലും പ്രകൃതിയുടെ പല വിസ്മയങ്ങളും നമുക്ക് കാണാൻ പറ്റും. UK-യിലെ ഈ ആപ്പിൾ തോട്ടത്തിന്റെ വിസ്മയം ഒരിക്കലെങ്കിലും നമ്മൾ കാണണം കേട്ടോ. കൂട്ടുകാരെ, ഈ വിസ്മയം മറ്റുള്ളവരും കാണുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇതുപോലുള്ള വീഡിയോകളൊക്കെ കാണാനായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. ദിസ് ഈസ് ഷാജു ആൻഡ് ഫ്രം UK.